തിരുവനന്തപുരം നഗരസഭയിലെ കയ്യാങ്കളിയിൽ ബിജെപി പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. യുഡിഎഫ് വനിതാ കൌൺസിലർമാരുടെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. ചെമ്പഴന്തി ഉദയൻ, പാപ്പനംകോട് സജി, ഗിരി, രതീഷ് തുടങ്ങിയ കൌൺസിലർമാർക്കെതിരെയാണ് കേസെടുത്തത്. വനിതാ കൌൺസിലർമാരെ തടഞ്ഞുവെച്ചെന്നും മർദ്ദിച്ചെന്നുമാണ് എഫ്ഐആർ. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോഴിതാ വീണ്ടും നഗരസഭയിൽ ആക്രമണമുണ്ടായിരിക്കുന്നു, കയ്യേറ്റമുണ്ടായിരിക്കുന്നു. ഇന്നലെ വലിയ തരത്തിലുള്ള കയ്യേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ്. വനിതകളുടെ നേരെ ചൂടുവെള്ളം അടക്കം ഒഴിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ അതിൽ കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാവുക? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസത്തെ കൗൺസിൽ യോഗത്തിനിടെ ബി.ജെ.പി. യു.ഡി.എഫ്. കൗൺസിൽ അംഗങ്ങൾ തമ്മിൽ നടന്ന കയ്യേറ്റവും കയ്യാങ്കളിയും വലിയ തരത്തിൽ വിവാദമായി മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് യു.ഡി.എഫിന്റെ വനിതാ കൗൺസിലർമാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അവിടെ എത്തി മ്യൂസിയം പോലീസ് മൊഴിയെടുത്തതിന് പിന്നാലെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ ഉൾപ്പെടെ പാപ്പനംകോട് സജി, ഗിരി, രതീഷ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാർക്കെതിരെ കൂടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മ്യൂസിയം പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 126 ക്ലോസ് 2, 115 ക്ലോസ് 2, 3 ക്ലോസ് 2 തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ബി.ജെ.പി. കൗൺസിലർമാരും സമാനമായ തരത്തിൽ യു.ഡി.എഫ്. അംഗങ്ങൾക്കെതിരെ പരാതി നൽകിയിരുന്നു. പക്ഷേ അതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഒരുപക്ഷെ ഒരു കാലതാമസം ഉണ്ടായേക്കും. കാരണം ഈ ദൃശ്യങ്ങളടക്കം തെളിവായി പരിഗണിച്ചുകൊണ്ടാണ് ആദ്യ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസ്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ, എൽ.ഡി.എഫ്. ബി.ജെ.പി. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മേയർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സമാനമായ തരത്തിൽ തുടർച്ചയായി ഈ കൗൺസിലും അതല്ലാതെ നഗരസഭാ പരിസരത്തും ഈ മുന്നണിയിൽ എതിർകക്ഷികളിൽപ്പെട്ട കൗൺസിലർമാർ തന്നെ പരസ്പരം തമ്മിലടിക്കുന്നത് പോലീസിനും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ്. അതിനിടെയാണ് ഇന്നലെ നാടകീയമായ സംഭവങ്ങൾ വീണ്ടും കൗൺസിൽ ഹാളിലുണ്ടായത്. എന്തായാലും നിലവിലെ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നഗരസഭാ പരിസരത്ത് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൗൺസിലർമാർ അല്ലാത്ത ആരെയും പ്രതിഷേധിക്കാനായി അകത്തേക്ക് കയറ്റി വിടേണ്ടതില്ല എന്ന നിലപാടിലാണ് മേയർ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള നീക്കം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു നിർദ്ദേശമാണ് മേയർ നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പോലീസിൻ്റെ വിന്യാസം നഗരസഭാ പരിസരത്തെ കവാടത്തിൽ കൂടുതലായി ഉണ്ടാകും. സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിലേ സമരവും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് നഗരസഭാ കവാടത്തിൽ. ശരി, ഡാനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.